ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് ആശ്വാസകരമായ വാർത്ത വരുന്നു. തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയെടുത്തൊരു കേസുണ്ട്. ആ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് ഹൈക്കോടതി. പാർക്കിങ്ങിന് കൂടുതൽ സ്ഥലം അനുവദിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഇന്ന് മറുപടി കൊടുത്തേക്കും. മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്ത് തുടരുന്നുണ്ട്. നമ്മളായിരുന്നു ശരിക്കും അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു ഞാൻ കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹം എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല, എൻ്റെ ശിഷ്യൻ കൂടിയായ മന്ത്രി കെ രാധാകൃഷ്ണൻ ഈ സന്നിധാനത്തും പമ്പയിലും ഒക്കെ ഉണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണം, അത് മെയിനായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. BJP സംഘം ഇന്ന് ശബരിമല എത്തുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് മലയിൽ എത്തുക. സന്നിധാനത്ത് നിന്ന് അശ്വിൻ പാലാഴിയും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ആൻഡ് വിഷ്ണു സുരേഷ്, ഗുഡ് മോർണിംഗ്. അശ്വിൻ, സന്നിധാനത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തായാലും വിർച്വൽ ക്യൂ വഴി വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയ്ക്ക് താങ്ങാൻ കഴിയുന്ന ഒരു നമ്പറിലേക്ക് ഈ ക്യൂവിൽ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ താരതമ്യേന തിരക്ക് കുറവാണ്. അതായത് നമുക്ക് ഈ ക്യൂവിൽ കാണാം, നമ്മളിപ്പോൾ നടപ്പന്തലിലാണുള്ളത്. ഇവിടെ കൃത്യമായ രീതിയിൽ ആളുകൾക്ക് അധിക നേരം ക്യൂ നിൽക്കാതെ ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ പമ്പയിൽ നിന്ന് കയറിയവരാണ് ഇപ്പോൾ ഈ നടപ്പന്തലിലെ ക്യൂവിലുള്ളത്. അമ്മ, ഇന്നലെ എപ്പോഴാണ് പമ്പയിൽ നിന്ന് പമ്പയിൽ എപ്പോഴാണ് ഇന്നലെ കയറിയത്? 12 മണിക്ക് രാത്രിയിൽ. അധിക നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. ഇല്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. 12 മണിക്ക് കയറിയത്. തിരക്കുണ്ടായിരുന്നു. SKN, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു തിരക്ക് മാത്രമാണ്. രാത്രിയിൽ 12 മണിക്ക് കയറിയവരാണ് അവർ മല ചവിട്ടി ഇപ്പോൾ രാവിലെ ഒരു 7:15 ആകുമ്പോൾ സന്നിധാനത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അധികം താമസിക്കാതെ ഇവർക്ക് ഇനിയിപ്പോൾ തൊഴുതു മടങ്ങാനാകും. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഭക്തരെ പമ്പയിൽ നിന്ന് നിയന്ത്രിച്ച് തന്നെയാണ് ഇപ്പോഴും കടത്തിവിടുന്നത്. എങ്കിലും അധികമായ തിരക്കില്ല. ഇന്നെന്തായാലും മന്ത്രി കെ രാധാകൃഷ്ണൻ പുലർച്ചയോടുകൂടി സന്നിധാനത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം 9 മണിയോടുകൂടി വീണ്ടും സന്നിധാനത്തെത്തി ഒരു അവലോകന യോഗമൊക്കെ ചേർന്ന ശേഷമായിരിക്കും മടങ്ങിപ്പോവുക. ഇന്നലെ നിലയ്ക്കലിലും പമ്പയിലും അടക്കം അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. പമ്പയിൽ അവലോകന യോഗവും ചേർന്നു. അതുകൂടാതെ BJPയുടെ ആളുകൾ ഇന്ന് BJPയുടെ പ്രതിനിധി സംഘം ഇന്ന് സന്നിധാനത്തെത്തുന്നുണ്ട്. അവർ ഈ കൃത്യമായ കാര്യങ്ങൾ അവലോകനം ചെയ്യും. അതും ഈ ശബരിമലയിലെ തിരക്കും നിയന്ത്രണ കാര്യങ്ങളുമൊക്കെ പഠിക്കാനായാണ് കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘം ഇന്ന് സന്നിധാനത്തെത്തുന്നത്. രാവിലെ 10 മണിയോടുകൂടി അവർ പമ്പയിൽ ആദ്യ സന്ദർശനം നടത്തും, അവിടുത്തെ സൗകര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം 12 മണിയോടുകൂടിയായിരിക്കും സന്നിധാനത്തെത്തുക. എന്തായാലും ഒരു രാഷ്ട്രീയ വിഷയമായി BJP ഇതിനെ എടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അടുത്ത ഒരു വെള്ളിയാഴ്ചയോടുകൂടി വീണ്ടും തിരക്ക് വർദ്ധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് പോലീസ് അടക്കം പറയുന്നത്. അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളായിരിക്കും ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യുക. SKN. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശബരിമലയ്ക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഭക്തന്മാരുടെ ഒരു എണ്ണമുണ്ട്. ആ എണ്ണത്തിനപ്പുറം പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഒരുപാട് ആൾക്കാരെ കയറ്റിവിടുക. വിർച്വൽ ക്യൂവിൽ വഴി 90,000 പിന്നെ 25,000 പേര് സ്പോട്ട് ബുക്കിംഗ് വഴിയും അല്ലാതെ പല മലമ്പ്രദേശങ്ങളിലൂടെ കയറി വരുന്ന ആൾക്കാരും നിലയ്ക്കൽ നിന്ന് വരുന്ന ആളുകളെല്ലാം കൂടി ചേർന്ന് വലിയൊരു നമ്പറായിരുന്നു. അപ്പോൾ ഈ കാര്യം ദേവസ്വം ബോർഡ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഇടമാണ് ശബരിമല എന്നുള്ളത് മനസ്സിലാക്കേണ്ട. ഈ മണ്ഡലകാലം മുഴുവനും മകരവിളക്ക് നടക്കുന്ന ജനുവരി 14-ാം തീയതി വരെ ഈ ജാഗ്രതകൾ നമ്മൾ പാലിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, ഹൈക്കോടതി സ്വമേധയെടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിയന്ത്രണം ശബരിമലയിൽ ഉണ്ട് എപ്പോഴും. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തത്. കൃത്യമായൊരു ഇടപെടൽ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എടുത്ത നിലപാട് ഈ വിർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അത് നിജപ്പെടുത്തണമെന്നാണ്. പക്ഷേ സർക്കാർ കോടതിയിൽ അറിയിച്ചതിൽ പരിമിതികളുണ്ട് എന്നാണ്. അതോടൊപ്പം ഒരു 6ഓളം നിർദ്ദേശങ്ങളും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനമായും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ശുചിമുറികളും ഈ ആളുകളുടെ ക്യൂ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അക്കാര്യങ്ങളിലെല്ലാം എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. അതിന്മേലായിരിക്കും കോടതിയുടെ തുടർ നടപടികൾ ഉണ്ടാക്കുക. ഈ പ്രധാനമായും ഈ പാർക്കിങ്ങുകൾ കേന്ദ്രീകരിച്ച് നിലയ്ക്കലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വഴികളിലുള്ള പാർക്കിങ്ങുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട RTO തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഈ കേസ് പരിഗണിക്കുക. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്ന ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കേസ് പരിഗണിക്കുക. കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ഒരുപക്ഷെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്നും
മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഒരു ആശയവിനിമയം എല്ലാ വിഭാഗങ്ങളുമായി നടത്തണമെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലും അറിയിക്കണം. അതൊരു വൺ സൈഡ് കമ്മ്യൂണിക്കേഷനായി മാറരുത്. അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകും എന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. അത്തരം മാർഗനിർദ്ദേശങ്ങൾ ഇന്നും ഒരുപക്ഷെ ഹൈക്കോടതി പുറപ്പെടുവിക്കാനുള്ള സാധ്യതയാണ് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു വിഷ്ണു സുരേഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.